ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ ക്ഷീണമൊക്കെ ഒന്ന് മാറിയിട്ടേ അവളുടെ ഓഫീസ് വരെ നമുക്കൊന്ന് പോണം. അതെന്നരാ? ഒന്ന് കണ്ടിരിക്കാലോ. അവളുടെ കൂടെ ജോലി ചെയ്യുന്നവരെ ഒന്ന് പരിചയപ്പെടുകയും ചെയ്യാം. അതൊന്നും പറ്റില്ല കേട്ടോ. തങ്കം അങ്ങോട്ട് ചെല്ലാതിരിക്കുന്നതാ നല്ലത്. ഞാൻ പോയാൽ എന്താ കുഴപ്പം? മക്കള് ജോലി ചെയ്യുന്നിടത്ത് അവരുടെ അച്ഛനമ്മമാര് പോകാറില്ലേ? ശരി തങ്കേച്ചി, തങ്കേച്ചിയുടെ ക്ഷീണം മാറിയിട്ട് കൃഷ്ണമോളോട് ചോദിച്ചിട്ട് നമുക്ക് ഒരു ദിവസം പോവാം. അങ്ങനെ ചെയ്യാം, അല്ലേ ഗോപാല? ആയിക്കോട്ടെ ആയിക്കോട്ടെ. അല്ലെങ്കിലും മക്കള് ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോകാൻ അച്ഛനമ്മമാർക്ക് എന്താ തടസ്സം? പോവാലോ. ചെന്നിട്ട് എല്ലാവരോടും സംസാരിക്കാനൊന്നുമല്ലേ, കൂട്ടത്തില് മനുഷ്യപ്പറ്റുള്ള ഒരാളോട് അവളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു ഏൽപ്പിക്കണം. അവൾ ഒരു വിഷമോ ആരോടും പറയില്ല. അതുകൊണ്ട് എല്ലാവരെയും പോലെ അവളെന്നാവും അവരും കരുതുക. എല്ലാം ഒന്ന് പറഞ്ഞ് ഏർപ്പാടാക്കണം. പറഞ്ഞല്ലോ, ഓർമ്മയുണ്ടല്ലോ. വളരെ നീറ്റായിട്ട് വേണം പെരുമാറാനായിട്ട്. ഗാഥമോളുടെ പ്രൗഢി നഷ്ടപ്പെടുന്ന ഒരു കാര്യവും നിന്റെ ഭാഗത്തുനിന്നുണ്ടാകാൻ പാടില്ല. മനസ്സിലായോ? ശരി മാഡം. ഇറങ്ങ്. ഇതെന്താ അമ്മയും മോളും വന്നിട്ട് ഇവിടെ തന്നെ നിൽക്കുന്നേ? ഒന്നുമില്ല സുമിത്രേ, ഇവിടെ ആദ്യമായിട്ട് വരികയാണല്ലോ, അതുകൊണ്ട് എല്ലാം ഒന്ന് കണ്ട്. അതിനൊക്കെ നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. അതെ, ആ അപകടത്തിന് ശേഷം ഗാഥാമാടത്തിന് മാറ്റങ്ങളുണ്ടെന്നറിയാം. എന്നാലും ഇത്ര ഒതുക്കം വേണോ നവീൻ സാറേ? അല്ല, ഗാഥാമാടം എന്ന് വെച്ചാ അതിനൊരു രീതി ഉണ്ടല്ലോ. എനിക്ക് മാറിയ ഈ രീതി ഇഷ്ടം. അത് ഗാഥയ്ക്കറിയാം. ഓ, ഇതെന്താ സ്വീകരണവും സംസാരമൊക്കെ പുറത്തുനിന്നാക്കാന്ന് വെച്ചത്? അവരിപ്പോ വന്നതേ ഉള്ളൂ. ഇന്ന് ഗാഥമോളെ കാണുമ്പോ വല്ലാത്ത സൗന്ദര്യം കൂടി പോലെ ഉണ്ടല്ലോ. അവസാനിക്കാൻ പോവില്ലേ? ആളെ കത്തിക്കോട്ടെ. ഗാഥമോളെ, വലതുകാലം വെച്ച് കയറിക്കോ. നവീന്റെ വധുവായി വരുന്ന പെൺകുട്ടി ആ വീടിന്റെ പടി ചവിട്ടുന്ന നിമിഷം അവളുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു തുടങ്ങും.